ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ന്യൂ ഇയർ വ്ളോഗാണ് കേട്ടോ. ന്യൂ ഇയർ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ച് കാണുമല്ലോ. ന്യൂ ഇയറും കഴിഞ്ഞ് ഫെബ്രുവരി ആവാനായി ഒരു മാസം ലേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണേ. ഈ ഒരു വീഡിയോയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി ആ ഒരു സമയത്ത് ഏകദേശം അടുത്തടുത്ത് വരുന്ന വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ഈ ഒരു ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ഒരു പനിയും ജലദോഷവും മൂക്കങ്ങ് അടഞ്ഞിട്ട് സൗണ്ടൊന്നും ഇല്ലാതായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-25 ദിവസത്തോളം ഞാൻ ക്യാമറയും വീഡിയോ ഒന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ല. വോയിസ് ഓവർ കൊടുക്കാനോ എഡിറ്റിംഗ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ ആയത്. എന്തായാലും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അവിടെ ബാക്കിൽ കണ്ട പപ്പാനിയില്ലേ, ആ പപ്പാനീനെയാണ് ഇന്ന് രാത്രി നമ്മൾ കൊളുത്താൻ പോകുന്നത്. എല്ലാവരും അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഉച്ചയാകുമ്പോൾ തന്നെ പ്രജി വീട്ടിൽ വഴക്ക് തുടങ്ങി. കാരണം വേഗം റെഡി ആയിക്കോ, ഇപ്പോൾ കാലൊത്താൻ സമയം ഉണ്ടാവില്ല, എന്നാലേ നമുക്കിപ്പോൾ പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 3-3:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയപ്പോഴും ഇവിടെ വലിയ തിരക്കും ബഹളങ്ങളോ ഒന്നുമില്ല. ആ ഒരു ക്രിസ്മസിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് പ്രജി പറഞ്ഞത്. പണ്ടൊരിക്കൽ പ്രജി വന്ന് കണ്ടിട്ടുമുണ്ട് പോലും. അപ്പം നമ്മളെത്തിയത് നേരെ രശ്മി ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. എത്തിക്കഴിഞ്ഞ് കുറേ സമയമുണ്ടല്ലോ. നമ്മളും രശ്മി ചേച്ചിയൊക്കെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു, മക്കളുടെ കൂടെ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. രഞ്ജേട്ടനാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടി ഉള്ളത് കാരണം പോയിട്ടുണ്ടേ. അപ്പം സമയം പോകണ്ടേ. അങ്ങനെ സന്ധ്യ വരെയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് രശ്മി ചേച്ചിയുടെ കസിൻ സിസ്റ്റർ ആകാൻ പോകുന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ അവരും കൂടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ വേളി ഗ്രൗണ്ടിലേക്ക് പോകാമെന്ന് കരുതി. നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതിയായിരുന്നു. പക്ഷേ പ്രജയുടെ തിരക്ക് കാരണം നമ്മളൊരു 3 മണിക്ക് ഇങ്ങ് വന്നു. ഡിന്നറൊക്കെ ഇവിടെ നിന്നാണെന്ന് നേരത്തെ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും രശ്മി ചേച്ചി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. നമ്മൾ നേരത്തെ വന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ രശ്മി ചേച്ചി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടി അവിടെ ഇരുന്ന് കളിച്ചു. രശ്മി ചേച്ചി പാവം ഒറ്റയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടെ കൂടി കഴിച്ചു കേട്ടോ. ബൈ ദാറ്റ് ടൈം രശ്മി ചേച്ചിയുടെ കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് അവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്, അതായത് വേളി ഗ്രൗണ്ടിലെ ഈ കാർണിവലിൻ്റെ പരിപാടിയൊക്കെ കേട്ടോ. അപ്പോൾ അടിപൊളി ബിരിയാണിയൊക്കെ ചേച്ചി ഉണ്ടാക്കി. അപ്പം ശമ്പൂട്ടിനെ കണക്കിലാക്കി കുറച്ച് എരിവൊക്കെ കുറച്ച് മസാലയൊക്കെ കുറച്ചാണ് ചേച്ചി ഉണ്ടാക്കിയത്. കാരണം ശമ്പൂട്ടിന് എരിവ് കുറച്ച് പ്രശ്നമാണ്, ഇപ്പോഴും അതങ്ങോട്ട് ശരിയായിട്ടില്ല. നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ രശ്മിച്ചിയുടെ ബിരിയാണിയൊക്കെ നമ്മൾ പണ്ടും കഴിച്ചിട്ടുണ്ടല്ലോ എൻ്റെ മനലിൽ വെച്ചിട്ട്. നമുക്കപ്പോൾ ഒരു 100% ഗ്യാരണ്ടി ഉള്ള ബിരിയാണി ആയതുകൊണ്ട് നമ്മളിരുന്ന് അങ്ങ് കഴിച്ചു, എല്ലാവരും കൂടെ സമാധാനത്തോടു കൂടി കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് കൂട്ടരുത്. ഇപ്പോഴും എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വായിൽ വെള്ളം വരികയാണ്. അപ്പോൾ നല്ല അടിപൊളി റൈത്ത ഉണ്ടായിരുന്നു, അതായത് സലാഡ് നമ്മൾ പറയില്ലേ ചള്ളാസ്, അതുണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അമ്മൂട്ടി സലാഡ് എടുത്തില്ല, അതാണ് അമ്മൂട്ടി ഒരു അച്ചാറുകാരിയാണ്. അപ്പോൾ അവരെല്ലാവരും അച്ചാർ കൂട്ടി കഴിച്ചു. ശമ്പൂട്ട് എന്താ വഴക്കും പിണക്കും തുടങ്ങി. ആദ്യക്കുട്ടം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫോണും ടാബും ഒക്കെ തരാമെന്ന്. പക്ഷേ ആൾക്ക് ഈ ഫുഡ് കഴിക്കുന്ന കാര്യം ഭയങ്കര മടിയാണ്. വാരി കൊടുത്താൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ മെല്ലെ മേളമൊക്കെ തുടങ്ങി. എല്ലാ വീടുകളുടെയും മുമ്പിൽ വലിയ സ്പീക്കേഴ്സൊക്കെ വെച്ചിട്ട് അടിപൊളി പാട്ടുകളൊക്കെ ഇട്ട് ഡാൻസും, പിന്നെ എല്ലാവരെയും അങ്ങോട്ട് പോകുന്നവരെയും ഇങ്ങോട്ട് പോകുന്നവരെയും എല്ലാം പരിചയമില്ലാത്ത എല്ലാവരെയും പരസ്പരം എല്ലാവരും വിഷൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാർണിവലിൻ്റെ സമയത്ത് മാവേലിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും നമുക്ക് കാണേണ്ട എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്. മാവേലിയൊക്കെ നമ്മളെ വിഷ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ശരിക്കും ഒരു കൊച്ചിൻ വൈബ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ എനിക്ക് ശരിക്കും ഫീൽ ആയതൊരു ഗോവൻ വൈബാണ് കേട്ടോ. എല്ലാവരും ഒരു ഗോവൻ സ്ട്രീറ്റിൽ നമ്മൾ വൈകുന്നേരം ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് എനിക്ക് ഫീൽ ആയത്. എല്ലാ വീടുകളും അതേപോലെ അലങ്കരിച്ച് അങ്ങനെ എന്തോ ഒരു നാട് മൊത്തം ഉത്സവത്തിൻ്റെ പ്രതീതിയിൽ അങ്ങ് ഒരുങ്ങി നിൽക്കില്ലേ, അതായിരുന്നു അവിടെ കണ്ടത്. എനിക്ക് ഫസ്റ്റായിട്ടായതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ ഓണർ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു, നമ്മളൊന്നും പോവാറില്ല, നമ്മളൊക്കെ ഇത് കണ്ടു മടുത്തതാണ്, ദൂരേന്ന് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുകേനെക്കുറിച്ച് പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, ആ വീഡിയോ കാണാത്തവർ എന്തായാലും പോയി കാണണം കേട്ടോ. ആ പുകയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ പുക കാരണമാണ് നമുക്കെല്ലാവർക്കും അസുഖം പിടിച്ചത്. അപ്പോൾ എന്താണ്, ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്ത കൂട്ടത്തിൽ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ വരുന്ന എല്ലാവരും ഈ ഒരു കംപ്ലയിൻറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ജലദോഷം കഴിഞ്ഞ് സൗണ്ടില്ല, ശ്വാസം മുട്ടില്ല, അങ്ങനത്തെ പ്രശ്നമേ. അപ്പോൾ ഇത് പുക എന്താണെന്ന്
കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം കൊച്ചിയാണല്ലോ. എന്നാലും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ആൾക്കാർ കണ്ടോ, അവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴത്തേനും മണ്ണെല്ലാം പറന്ന് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് ഇത് പറക്കുന്നത് കണ്ടോ. അപ്പം അത് മണ്ണിങ്ങനെ ചവിട്ടി, പൊടിമണ്ണല്ലേ, മീൻസ് പൂഴിമണ്ണാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഡാൻസ് കളിക്കുന്നതിനനുസരിച്ച് പൊടിമണ്ണ് മുകളിലേക്ക് പറന്ന് എല്ലാവരിലേക്കും സ്പ്രെഡായി എല്ലാവരുടെയും മൂക്കിൽ കയറിയിട്ട് എല്ലാവർക്കും അവിടെ ചുമ, ജലദോഷം, പനി, ഒരു 20 ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു എൻ്റെ പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പനിയാണോ ക്ഷീണമാണോ എന്തോ ഒരു വയ്യായ്മ, തളർച്ച, കഞ്ചാവ് അടിച്ച ഫീലായിരുന്നു എനിക്ക്. അതാണ് സത്യം. എന്തായാലും ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ കത്താൻ പോകുന്ന പപ്പാനി. ശമ്പൂട്ടനൊരു 10:30 10:45 ആയപ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു. പനി ജലദോഷം വരാൻ പോകുന്നു എന്നറിയില്ലല്ലോ, അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു. എൻ്റെ കയ്യിലിരിക്കുന്നത് അഴുക്കൊന്നും അല്ല, നമ്മുടെ ആദ്യക്കുട്ടിന് വേണ്ടി ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചപ്പോൾ അതിങ്ങനെ മെൽറ്റായി എൻ്റെ കയ്യിലേക്ക് വീണതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സൊക്കെ ചോദിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ മേടിച്ചു. ആ കണ്ടതാണ് കേട്ടോ രശ്മിച്ചിയുടെ കസിൻ സിസ്റ്റർ ആകാൻ പോകുന്ന ആൾ. അപ്പോൾ ഞങ്ങൾ രശ്മിച്ചി പറയുന്നുണ്ട് കുട്ടികൾക്ക് ഐസ്ക്രീം ഒന്നും മേടിച്ച് കൊടുക്കണ്ട, പനിയാണ് അത് ഇതെന്നൊക്കെ. അപ്പം നമ്മൾ കാര്യമാക്കിയില്ല. നമ്മളെല്ലാവർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിച്ചപ്പോഴത്തേന് ശമ്പൂട്ടൻ്റെ ഇച്ചിരി ഒന്ന് ഉറക്കം പോയി. കാരണം ഇല്ലേ, അവിടെ ഇരുന്ന് ശമ്പൂട്ടനെ ഉറക്കാനോ അല്ലെങ്കിൽ അവന് തന്നെ ഇരുന്ന് ഉറങ്ങാനോ ഉള്ള സൗകര്യമൊന്നും ഇല്ല. നമ്മൾ തന്നെ ഒരു മുള്ളുവെളിയിലാണ് കയറിയിരിക്കുന്നത്. പക്ഷേ എന്തു പറഞ്ഞാലും ക്രിസ്മസിൻ്റെ അത്ര യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മളെ നല്ല അവിടെ വരുന്ന എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണി തൊട്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം അവിടുന്ന് നിർത്തിയിരുന്നു. വാക്കിങ്ങിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ബൈക്കോ അങ്ങനത്തെ ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നു. ഈവൻ വാട്ടർ മെട്രോ വരെ ബ്ലോക്ക് ചെയ്തിരുന്നു. കാരണം അത്രയും ക്രിസ്മസിന് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് സൗകര്യപൂർവ്വം രശ്മിച്ചി രഞ്ജിയേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഈ പൊടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ക്യാമറ കറക്റ്റ് സൂം ചെയ്യുന്നത്. ഞാൻ ശമ്പുൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രജിയാണ് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു പണി കിട്ടാനുള്ള പുകയാണല്ലോ ഈ പോകുന്നത് എന്ന്. കറക്റ്റ് പോലെ നമുക്ക് പണി കിട്ടി. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത് തന്നെയാണെന്ന് തോന്നുന്നു. ഭാഗ്യവശാൽ ശമ്പൂട്ടിനൊന്നും പ്രശ്നമില്ല. എന്താ വെച്ചാൽ ശമ്പൂട്ടിനും പ്രജിയും മാസ്ക് വെച്ചിരുന്നു. അതാണ് മെയിൻ കാരണം. ക്രിസ്മസിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഞാൻ അവർക്ക് രണ്ടുപേർക്കും മാസ്ക് എടുത്ത് കൊടുത്തിരുന്നു. അവർ രണ്ടുപേരും കൃത്യം മാസ്ക് വെച്ചിരുന്നു. ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം. പിന്നെ കണ്ടോ, പ്രജിയുടെ കയ്യിലും മാസ്ക് ഉണ്ട്. ശമ്പൂട്ടനപ്പോൾ ഉറക്കത്തിന് മൂടാകൊണ്ട് മാറ്റിയതാണ്. പക്ഷേ എനിക്കൊന്നും മാസ്ക് ഇല്ലാത്തത് കാരണം നന്നായിട്ട്, അതായത് വീട്ടിൽ വന്നിട്ടൊന്ന് തുമ്മുമ്പോഴത്തേന് ഒരു ലോഡ് പൊടി മൂക്കിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ചുമച്ച് തുപ്പുമ്പോഴൊക്കെ ഭയങ്കര കറുത്ത കളറായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം തന്നെ എനിക്കറിയായിരുന്നു ഏകദേശം തീരുമാനമായി എൻ്റെ കാര്യം എന്നേ. അപ്പം ശരി, എന്നിരുന്നാലും നമ്മുടെ സമയമൊക്കെ ആയി. പപ്പാനീനെ കത്തിക്കാൻ പോവുകയാണ്. നമ്മുടെ ആ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ, നല്ല രസമായിരുന്നു. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കൈ കഴിച്ചു പോയി. അത്രയും നേരം ഉണ്ടായിരുന്നു അവിടുത്തെ ഫയർ വർക്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ സ്പീക്കേഴ്സ് വെച്ച് പാട്ടും ബഹളവും മേളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. കൗണ്ട് ഡൗൺ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പെട്ടെന്ന് സൈലൻ്റായിട്ട് എല്ലാവരുടെയും കണ്ണ് പപ്പാനിയിലേക്ക് പോയി. ആ ഒരു കറക്റ്റ് ടൈം 12 മണിന്നൊരു ടൈം, കറക്റ്റ് 12 മണിക്ക് തന്നെ ഇത് ഫയർ വർക്സ് സ്റ്റാർട്ടായി. കണ്ടോളൂ കേട്ടോ. കറക്റ്റ് ആണോ എന്നറിയില്ല. എന്നിരുന്നാലും എല്ലാവരും പറയുന്ന കേട്ടോ ഈ വർഷമാണ് ആദ്യമായിട്ട് അവിടെ പപ്പാനീനെ കത്തിക്കുന്നത്. ബാക്കി എല്ലാ പ്രാവശ്യവും പരേഡ് ഗ്രൗണ്ടിലായിരുന്നു എന്നുള്ളത്.
എനിക്കെപ്പോഴും എഫ് എമ്മിൽ കേട്ടതുപോലെയാണ് തോന്നുന്നത് ഇങ്ങനെ പറയുന്നത്. കാരണം പരേഡ് ഗ്രൗണ്ടിൽ ഓൾറെഡി ഈ പ്രാവശ്യം പപ്പാനിയ ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ട്. അപ്പോൾ കൊച്ചിയിൽ തന്നെ 2 സ്ഥലത്താണ് പപ്പാനിയനെ കത്തിച്ചത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ പപ്പാനീനെ എല്ലാം കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്നൊരു 2 സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ഡിവൈഡഡ് ആയിട്ട് പോയല്ലോ. പകുതി പേർ അവിടെയും പകുതി പേർ ഇവിടെ ആയല്ലോ. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരു പരേഡ് ഗ്രൗണ്ടിൽ തന്നെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര റഷായി പോവില്ലേ. അപ്പം എന്തായാലും ഇത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും നേരം കാത്തു നിന്നിട്ട് നമ്മളെ ബോറടിപ്പിക്കുകയോ അല്ലെങ്കിൽ നഷ്ടമായി പോയി എന്നൊന്നും തോന്നുന്നില്ല. അടിപൊളി, നല്ല രസമായിരുന്നു. ആകെ ബുദ്ധിമുട്ടുണ്ടായത് ഈ പൊടിപ്പുകയാണ്. ഈ ഫയർ വർക്സിൻ്റെ പുക അങ്ങനെ ഒരു സ്മെല്ല് പോലും ഉണ്ടായിട്ടില്ല കേട്ടോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന പുകയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അവർ ഡാൻസ് കളിക്കുമ്പോഴും അല്ലാണ്ടെയും ഒക്കെയുള്ള പുക അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ നമ്മളിതൊക്കെ പ്രതീക്ഷിച്ച് വേണമല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ. ഇതൊരു പബ്ലിക് പരിപാടിയാണ്, ഇഷ്ടംപോലെ പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാമായിരുന്നു. പക്ഷെ നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ബാക്കിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഈ ഐസ്ക്രീം ഒന്നും കഴിച്ചാൽ പനിയൊന്നും വരുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതിന് മുമ്പേയും എപ്പോഴും ഐസ്ക്രീം കഴിക്കുന്നതാണ്. എന്നോട് വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ വഴക്ക് പറഞ്ഞു, പനിയും പിടിച്ചിട്ടാണോ ഐസ്ക്രീം പിന്നെയും കഴിക്കുന്നതെന്നേ. അന്ന് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തലയ്ക്ക് തലേന്നും ഒക്കെ പോയിട്ട് ഐസ്ക്രീം കഴിച്ചതാണ്. പക്ഷേ ഈ പുകയുടെ പ്രശ്നം ഉണ്ടായതിൻ്റെ പിറ്റേന്ന് തന്നെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഉറങ്ങാൻ ഇവിടുന്ന് നമ്മൾ പിന്നെ എല്ലാവരും കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഏകദേശം 2 മണിയൊക്കെ ആകുമ്പോഴാണ്, 1 മണി 2 മണിക്കാണ്. അതിനുശേഷം ഉറങ്ങിയിട്ട് അടുത്ത ദിവസം തന്നെ വേഗം നമ്മൾ വെളുപ്പിനെ എണീറ്റ് ബാക്കി അടുത്ത പരിപാടിയിലേക്ക് പോയല്ലോ. അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പനിയായി, തീരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമിൻ്റെ എല്ലാം എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒന്നുമല്ല, ഈ പുക തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം അവിടെ വന്നിട്ടുള്ള ഐസ്ക്രീം കഴിക്കാത്തവർക്കും ഈ പുക അനുഭവപ്പെട്ട എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഇതിനകത്ത് പറയാൻ കാരണം അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇത്രയും ലേറ്റ് ആയത് എന്നുള്ളതൊന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും നേരമായിട്ട് അവിടുത്തെ ഫയർ വർക്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അത്രയും നേരം ഉണ്ടായിരുന്നു. അത്ര സന്തോഷകരമായിട്ട് നമ്മളെല്ലാവരും നിന്ന് കണ്ടു. പപ്പാനി കത്തി തീരുമ്പോൾ തന്നെ പകുതി ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവിടുന്ന് കാണുന്നില്ലേ, ഒരു പുഴ ഒഴുകുന്ന പോലെ നടുക്കൂന്ന് കുറേ ആൾക്കാർ ഒരേ സൈഡിലേക്ക് പോകുന്നത് കണ്ടോ. അപ്പോൾ ഫയർ വർക്സ് കാണാൻ നിൽക്കാതെ പപ്പാനി കത്തി തീരുമ്പോൾ തന്നെ എല്ലാവരും പോയി തുടങ്ങി. ഞങ്ങളോട് രഞ്ജേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, അതായത് രഞ്ജേട്ടൻ നിർത്തിയിട്ട് പോയ സ്ഥലത്ത് തന്നെ നിങ്ങൾ നിൽക്കുക, രഞ്ജേട്ടൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. കാരണം നമുക്ക് പോകേണ്ട സ്ഥലം ഇവരുടെ ക്വാർട്ടർ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും പോയിട്ട് മെല്ലെ പോയാലും വീട്ടിലെത്താം, സമാധാനത്തിൽ എത്താം, തിരക്കിനിടയിൽ പെട്ടു പോകണ്ട, മക്കളെയും കൊണ്ടൊക്കെ പോകുന്നതല്ലേ. അപ്പം ഞങ്ങൾ സമാധാനപരമായിട്ട് എവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ തന്നെ ഇരുന്നു. ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ഈ ഫയർ വർക്സ് എല്ലാം കണ്ടു. ഈ ആൾക്കാർ ഒഴുകി പോകുമ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിക്കുക, ഇവർക്ക് എല്ലാവർക്കും അവിടെ നിന്നുകൂടെ, കുറേ പേരൊക്കെ പോയിക്കൂടെയെന്ന്. അപ്പം അങ്ങനെ എല്ലാവരും നിന്ന് ആരും പോവില്ലല്ലോ അല്ലേ. അപ്പം ശരി, അങ്ങനെ ഇന്നുകൊണ്ട് അതായത് ഏകദേശം 10-12 ദിവസത്തെ ആഘോഷമായിരുന്നു അവിടെ. ഇതിൻ്റെ ഡെക്കറേഷൻ്റെ പരിപാടിയും 10-12 പറയാൻ പറ്റില്ല, ഡിസംബർ 1 തൊട്ട് തന്നെ തുടങ്ങിയല്ലോ. നമ്മുടെ ട്രീനെ അലങ്കരിക്കാൻ ഏകദേശം 22 ദിവസം എടുത്തു എന്നാണ് അവർ പറഞ്ഞത്. 22 ദിവസം എടുത്തു, 30 ആൾക്കാർ ചേർന്നിട്ടാണ് ട്രീനെ ഒരുക്കിയത്. അപ്പോൾ അതൊരു വമ്പൻ ടാസ്ക് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്ത്, അടിപൊളി അല്ലേ. അപ്പോൾ ആ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഈ സ്റ്റോളുകളൊക്കെ ഇട്ട് അതിനുള്ള സംവിധാനം ഒരുക്കാൻ ഏകദേശം 1 മാസം മുമ്പ് തൊട്ട് ഇവിടുത്തെ ആൾക്കാരുടെ, അതായത് ഇത് സംഘടിപ്പിക്കുന്ന ആൾക്കാരുടെ പ്രയത്നം തുടങ്ങിയതാണ്. ഇന്നുകൊണ്ടത് തീരുകയാണ്. അതായത് ഡിസംബർ 1 തൊട്ട് ജാനുവരി 1, ആ 1 മാസത്തെ ഇഷ്ടം പോലെ ആൾക്കാർ സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പല തരത്തിലുള്ള സ്റ്റോളുകളാണ്, ഫുഡാകട്ടെ, ഡ്രസ്സാകട്ടെ, ഓർണമെൻറ്റ്സ് ആകട്ടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭക്ഷണശാലകളാകട്ടെ, എന്തൊക്കെയോ കുറേ സ്റ്റോളുണ്ട്. നമുക്ക് എല്ലായിടത്തും പോകാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും അതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് അത്രയും മനോഹരമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുവിധം ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശമ്പൂട്ടൻ ന്യൂ ഇയർ ആയിട്ട് ഫസ്റ്റ് തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ചെയ്യുന്നതായിരിക്കും, എക്സസൈസ് ചെയ്യാമെന്ന് കരുതിയിരുന്നൊക്കെ ഞങ്ങളിരുന്ന് കളിയാക്കുകയാണ്. ശമ്പൂട്ടൻ മാത്രമല്ല, അധിക കുട്ടികളും ഇതേപോലെ ഓപ്പൺ ജിമ്മായിരുന്നു, അത് അവിടെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം ഇതാ രണ്ടുപേരുടെ ഊഞ്ഞാലിരുന്ന് ആടുകയാണ്. കാരണം സമയമുണ്ടല്ലോ, ഇനിയും കുറേ നേരമുണ്ട്. ഏകദേശം 10-20 മിനിറ്റോളം ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. ആ ഒരു തിരക്കിലിടയിൽ പെടണ്ട. ഈ 25-ന് ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് ട്രീ തെളിയിച്ചതിൻ്റെ അന്ന് ശരിക്കും ഞാനും ചേച്ചിയും ചേട്ടനും മക്കളും എല്ലാവരും പല വഴിക്കായിപ്പോയി. പിന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് എല്ലാവരും എത്തണം. അങ്ങനെയാണ് നമ്മളെല്ലാവരും എത്തിയത്. കാരണം ഇത്രയും പേര്, എത്രയോ 50,000 ആൾക്കാരിൽ കൂടുതൽ ആൾക്കാർ അറ്റ് എ ടൈം അവിടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം ആരെയും വിളിച്ചാൽ പോലും കിട്ടാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഗൂഗിൾ പേ വർക്കാവില്ല, അല്ലെങ്കിൽ ഒരു കടയിൽ കയറി സാധനം മേടിക്കാൻ പറ്റില്ല, വഴി മനസ്സിലാവില്ല, നടക്കാൻ കാല് വെക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് ആ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. സുഖമായിട്ട് സമാധാനപരമായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ശമ്പൂട്ടൻ മാത്രമല്ല, വേറെ കുട്ടികളും ഇങ്ങനെ ടൈം പാസിന് വേണ്ടിയിട്ട് എക്സസൈസൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ഞങ്ങളും അവിടെ കുറേ നേരം ഇരുന്നു. കാരണം ഇപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് കുറച്ച് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ കുറച്ച് കമ്മലൊക്കെ നോക്കി. ഞാനൊന്നും മേടിച്ചിട്ടില്ല, ജസ്റ്റ് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നാളെ വന്നാൽ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. പോലീസുകാരാണെങ്കിലും എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ രശ്മി ചേച്ചി എല്ലാവർക്കും ബലൂണൊക്കെ മേടിച്ചു കൊടുത്തു കുട്ടികൾക്ക്. അങ്ങനെ അവരത് കളിച്ച് നമ്മൾ നേരെ പോകുന്നത് രശ്മി ചേച്ചിയുടെ ക്വാർട്ടേഴ്സിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്കും എല്ലാവരും തിരിച്ച് ഇനിയിപ്പോൾ എന്തായാലും വെളുപ്പിന് 2 മണി വരെ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും നടന്നു പോവാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് തന്നെ കേക്ക് മുറിക്കാമെന്നായിരുന്നേ. പക്ഷേ രഞ്ജിയേട്ടന് അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല, ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ കേക്ക് മുറിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ളവരിൽ വെച്ച് ഏറ്റവും കുഞ്ഞിക്കുട്ടിയായ ശമ്പൂട്ടനും ഏറ്റവും പുതിയ മെമ്പറായിട്ടുള്ള ആളും കൂടെ രണ്ടുപേരുടെ മുറിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരുടെ കേക്ക് മുറിച്ച് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കേട്ടോ. പിന്നെ രഞ്ജിയേട്ടനെ രശ്മി ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. നമുക്ക് ഇവരുള്ളത് കൊണ്ട് തന്നെ ഇല്ലേ, കൊച്ചിയിലെത്തി നാടാണെങ്കിൽ പോലും നമ്മുടെ വീട്ടുകാരും അടുത്തില്ലല്ലോ. അപ്പോൾ ഇവരുള്ളപ്പം നമ്മുടെ ഒരു ഫാമിലി, നമ്മുടെ ഒരു ഏട്ടനും ചേച്ചിയും കൂടെ ഉള്ള ആ ഒരു സന്തോഷമാണ്. ശമ്പൂട്ടനാണെങ്കിലും അവൻ്റെ ഏട്ടനും ചേച്ചിയും കൂടെ ഉള്ളൊരു സന്തോഷം തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ ആദ്യക്കുട്ടനെ കളിയാക്കുകയാണ് കേട്ടോ. ആദ്യക്കുട്ടൻ ഭയങ്കര ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെയാണ്, ഇന്ന് കൊണ്ട് ഷുഗർ കട്ടാണ്, മധുരം കഴിക്കില്ല എന്നൊക്കെ. ഞാനിപ്പോൾ ലീവിൽ നാട്ടിലാണ്, ഇനി ചെന്നിട്ട് വേണം ഒരു കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ. കഴിക്കുന്നുണ്ടോ നോക്കാമല്ലോ. അപ്പം ആൾ ഷുഗർ കട്ട് തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, ഏത് സമയത്ത് എന്ത് കിട്ടിയാലും കഴിക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആസ്വദിച്ച് അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ച് അവിടുന്ന് കഴിച്ചിട്ട് മെല്ലെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിശദമായിട്ട് കഥകളൊക്കെ പറയുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്തൊരു മാസത്തെ പ്ലാൻ എന്താണെന്നൊക്കെ പറയുകയാണ്. കാരണം നമ്മുടെ ലീവാണല്ലോ. അപ്പം രഞ്ജിയേട്ടനോട് ഇങ്ങനെ പറയുകയാണ്, ഇന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ പോകുന്നു. നമ്മുടെ ലീവിൻ്റെ ചാട്ടൊക്കെ ഞങ്ങളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അടുത്ത് നമുക്കിനി ഒരുമിച്ച് എവിടെ പോകണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുമല്ലോ. അങ്ങനെയുള്ള സമയങ്ങളായിരുന്നു കേട്ടോ. അപ്പം സിസ്റ്റർ ഇനിയും 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, അവിടെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഏതായാലും എന്നാൽ പിന്നെ വേഗം പോയേക്കാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ച് എന്താ പരിപാടി, നേരെ വീട്ടിൽ പോകുന്നു, സമാധാനപരമായിട്ട് കിടന്നുറങ്ങുന്നു. വീട്ടിൽ ഞങ്ങൾ പോകാൻ ഇറങ്ങുന്ന ഏകദേശം 1 മണി സമയത്താണ്. അപ്പോഴും ആൾക്കാരെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക്, അവരവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം ബസ്സൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 2 മണിയാകുമ്പോൾ തന്നെ അവിടെ ബസ്സൊക്കെ എത്തി എല്ലാവർക്കും പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റി. ഈ ഒരു സമയത്തില്ലേ നടന്നു പോകുന്നത് തന്നെയാണ് രസം. കാരണം കണ്ടോ, വഴിയിലെല്ലാവരും ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് വെറുതെ പോകുന്ന വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ട് ഒരു കാര്യമില്ലാണ്ട് നമ്മളെയൊക്കെ കൈ കാണിച്ച് നിർത്തിയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തിട്ട് വിടുകയാണേ. എന്നാൽ പോകുന്ന വഴിക്ക് അങ്ങനെ പറഞ്ഞുവല്ലേ, കൈ കാണിച്ച് വണ്ടി നിർത്തിക്കും, എന്നിട്ട് ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ നമ്മൾ ആ ഒരു മൂഡിലെടുത്താൽ ഓക്കെയാണ്. പക്ഷേ അതല്ലാത്ത ചിലർക്ക് ദേഷ്യം വന്ന് അവർ ചുമ്മാ അങ്ങനെ വഴക്കുണ്ടാക്കുന്ന സീനിലേക്കും എത്തുന്നുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കിതെല്ലാം ഫണ്ണായതുകൊണ്ട് നമ്മൾ ഫണ്ണായിട്ട് അങ്ങ് എടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി സമാധാനപരമായിട്ട് കിടന്നുറങ്ങി. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ന്യൂ ഇയർ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് പറ്റുമെങ്കിൽ നാളെ 5 മണിക്ക് വരാം കേട്ടോ. ടാറ്റാ.